നമുക്ക് ഒരു കോട്ടൺ സാരീസിൻ്റെ അതേ ലുക്കിൽ വരുന്ന എന്നാൽ കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു സാരീസാണ്. പ്യുവർ കോട്ടണും അല്ല, പക്ഷേ സ്ലൈറ്റ്ലി ബ്ലെൻഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയലാണ്. പക്ഷേ നമുക്ക് കോട്ടൺ എടുക്കുന്ന അതേ ഫീലിൽ നിൽക്കുന്ന ഒരു സാരി ആട്ടോ. അതേ ടെക്സ്ചറും അതേ ഫീലും എല്ലാം, നമുക്ക് വലിയ ചൂടൊന്നും എടുക്കുന്ന മെറ്റീരിയലും അല്ല. അപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ സ്റ്റാർച്ച് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. ഈ ഒരു രീതിയിലൊക്കെ ഇത് നിന്നോളും. അതിൻ്റെ റേറ്റ് ആണെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചാണ് വന്നിരിക്കുന്നത്. 1380 ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫുൾ ബോഡി ഒരു ചെക്കേർഡ് പാറ്റേണിലാണ്. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം. അപ്പം ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഞാൻ ഈ ഉടുത്തിരിക്കുന്ന അതേ പാറ്റേണിൽ വന്നിരിക്കുന്ന സാരിയാണ്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം. നല്ലൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഒരു ഗ്രീനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ബോഡിയിലേക്ക് വരുമ്പോൾ ഫുൾ ഒരു ത്രെഡ് വീവ് ചെക്കേർഡ് പാറ്റേൺ ആണ് ബോഡിയിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു ചെക്ക് പാറ്റേൺ ആണെങ്കിലും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, നമ്മളൊരു ഈക്വൽ ടു എന്നുള്ളൊരു ഇതിടില്ലേ, അതേപോലെ 2 ലൈൻസ് ഇങ്ങനെ വിട്ട് വന്നിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെക്കേർഡ് പാറ്റേൺ. അതിൻ്റെ ബോർഡർ വരുമ്പോഴും ഇതേപോലെ ഒരു ത്രെഡ് വ്യൂ ബോർഡറാണ് വരുന്നത്. അപ്പോൾ ഈ ബോർഡർ വരുമ്പം ഈ ഒരു ബ്ലാക്കും ഗ്രീനും കൂടെ ബ്ലെൻഡായിട്ടാണ് ആ ബോർഡർ വന്നിരിക്കുന്നത്. ഞാൻ അതുകൊണ്ട് ഇതിന് ഗ്രീൻ പ്ലെയിൻ ബ്ലൗസാണ് ഇട്ടിരിക്കുന്നത്. 1380 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെ മുന്താണി വരുമ്പോൾ ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. പക്ഷേ ഇതിൻ്റെ ബ്ലൗസ് ആക്ച്വലി ഇങ്ങനെയല്ല കേട്ടോ. ബ്ലൗസ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് വരുമ്പോഴും ആ സെയിം ടോണിൽ ഇതേപോലെ ഒരു സ്ട്രൈപ്സ് പാറ്റേണും ഒരു ത്രെഡ് വ്യൂ പാറ്റേണും കൂടെ വന്നിരിക്കുന്ന ബ്ലൗസാണ്. അതിന് ഈ സ്ലീവിൽ ഈ ബോർഡറും വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത്. 1380 റേഞ്ചിൽ വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരീസാണ്. നമുക്കൊരു കോട്ടൺ സാരി ഉടുക്കുന്ന അതേ ഫീൽ കിട്ടുകയും ചെയ്യും. എന്നാൽ കോട്ടൺ സാരിയേക്കാളും കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ചെറിയ ബ്ലൻഡ് വരുന്ന ഒരു മെറ്റീരിയൽ. അടുത്തത് വരുന്നതും സാരി നമ്പർ 2. എല്ലാ സാരിക്കും നമ്പർ കൊടുത്തിട്ടുണ്ട്. സാരി നമ്പർ 2 ഒരു അല്പം കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രീനിഷ് ടോൺ. ഇതാണ് മുന്താണി വരുന്നത്. ഇങ്ങനെ വരും. ബ്ലൗസ് വരുമ്പോൾ ഞാൻ ബ്ലൗസൊക്കെ നമ്മളാ കാണിക്കുന്ന പോലെ തന്നെ, ഇത് ആദ്യം കാണിച്ച അതേപോലെ തന്നെ വരുന്ന ബ്ലൗസ്. സാരി നമ്പർ 2. അടുത്തത് വരുന്നത് സാരി നമ്പർ 3. സാരി നമ്പർ 3 വരുമ്പോൾ നമുക്കിത് ഇതാണ് സാരി നമ്പർ 3. ഒരു ബ്രൗണിൻ്റെ ഒരു ഷെയ്ഡിലേക്കാണ് സാരി നമ്പർ 3 വരുന്നത്. ബ്രൗൺ എക്സാക്റ്റ് ഒരു ചോക്ലേറ്റ് ബ്രൗണിൻ്റെ ഒക്കെ ആ ഒരു ഷെയ്ഡ്. അത് ബോഡിയിലേക്ക് ഇങ്ങനെ ഈ ഒരു പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ജസ്റ്റ് അതിനകത്തെ ആ കളറിൽ മാത്രമുള്ള ഡിഫറൻസേ ഉള്ളൂ. ഞാൻ ബ്ലൗസ് വരുമ്പോൾ ഇതാണ് ബ്ലൗസ് വരുന്നത്. ഇതേപോലെയാണ് ബ്ലൗസ് വരുന്നത്. ഫുൾ ബോഡി ഈ ഒരു പാറ്റേൺ. നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാരി. 1380 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസ്. ഓഫീസിൽ പോകുന്നവർക്കും ടീച്ചേഴ്സിനും ഡെയിലി യൂസിനും അല്ലാതെയൊക്കെ നല്ല സാരീസാണ്. 4 അല്ലേ. സാരി നമ്പർ 4. സാരി നമ്പർ 4 വരുമ്പോൾ അല്പം ഒരു പിങ്കിഷ് ടോണിലേക്ക് വരുന്ന കളറ്. സെയിം പാറ്റേണാണ്. അപ്പോൾ ഇനി ബോഡി ഡിസൈനും എല്ലാം സെയിം തന്നെയാണ്. സാരി നമ്പർ 4 അല്പം ഒരു പിങ്കും മെറൂണും കൂടെയൊക്കെ ബ്ലെൻഡായിട്ട് വരുന്ന പോലെയുള്ളൊരു ഷെയ്ഡ്. സാരി നമ്പർ 5. സാരി നമ്പർ 5 വരുമ്പോൾ ഇതൊരു ബേജ് ടോണിലേക്ക് വരുന്ന ഒരു കളറ്. ഒരു ബേജ് ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന. എല്ലാം നല്ല അടിപൊളി ഷെയ്ഡ്സാട്ടോ എല്ലാം. സാരി നമ്പർ 6. സാരി നമ്പർ 6 വരുമ്പോഴും ബേജിൻ്റെ ഒരു വേറൊരു ടോൺ, അല്പം ഒരു ക്രീം ബേജ് ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ടോൺ. സാരി നമ്പർ 6. ബ്ലൗസ് എല്ലാത്തിൻ്റെയും നമുക്ക് ഈ ഒരു സെയിം പാറ്റേണിൽ തന്നെ വരുന്ന ബ്ലൗസ്. ഇനിയിപ്പോൾ ഇതിന് നമുക്ക് ആ ഇതില്ല, ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന പോലെ പ്ലെയിൻ ബ്ലൗസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാം. സാരി നമ്പർ 7 വരുമ്പോൾ പിങ്ക്. 7 ഒരു പിങ്ക്. ഏത് കളറാണോ ബോഡിയിൽ വരുന്നത് ആ ഒരു കളറായിരിക്കും ഈ ബോർഡറിലേക്ക് മിക്സ് വരുന്നത്. അപ്പോൾ ഒരു ബ്ലാക്കും ആ പിങ്കും കൂടെയുള്ള മിക്സ് ആയിരിക്കും ബോർഡറിലേക്ക് വരുന്നത്. അതെല്ലാ സാരിയുടെയും അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇതാണ് ബ്ലൗസ് വരുന്നത്. ഇതേപോലെ വരും ബ്ലൗസ്.
സാരി നമ്പർ 6 അല്ല 7 സാരി നമ്പർ 7 1380. സാരി നമ്പർ 8. സാരി നമ്പർ 8 വരുമ്പോഴും ഓൾമോസ്റ്റ് ഒരു പിങ്കിൻ്റെ ഒരു ടോൺ തന്നെയാണ്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടോൺ. സാരി നമ്പർ 8. മുന്താണിയും ബ്ലൗസും എല്ലാം സെയിം തന്നെ. 1380 ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്. സാരി നമ്പർ 9. ഇതേ 9 വരുമ്പോഴും ഒരു ബേജും പിങ്കും കൂടെയൊക്കെ കൂടിയ ഒരു ഷെയ്ഡ്, ഒരു ഡസ്റ്റി പിങ്ക് എന്നൊക്കെ പറയുന്ന പോലെ, അതേപോലെ ഒരു പിങ്കിൻ്റെ ഒരു ചെറിയൊരു പിങ്കിൻ്റെ ഒരു അംശം, ഇതും ഒരു ചെറിയൊരു ടിഞ്ചും കൂടെ വന്നിട്ടുണ്ട്. സാരി നമ്പർ 10 വരുമ്പോൾ ഒരു യെല്ലോ ഷെയ്ഡ്. ഇതേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇതെല്ലാം നല്ല അടിപൊളി ഷെയ്ഡ്സാണ്, ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡ്സാണ്, നമ്മളെപ്പോഴും ഇങ്ങനെ കാണുന്ന ഒരു ഷെയ്ഡ്സ് അല്ല. സാരി നമ്പർ 10. ഇതിൻ്റെയും ബ്ലൗസ് വരുമ്പോൾ ഇതേപോലെ തന്നെയാണ് ബ്ലൗസ് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ കോട്ടൺ ബ്ലെൻഡായിട്ട് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.